എടാ ഗോൺസേ, പട്ടി ഗോൺസേ, നീ വല്ല അറിയുന്നുണ്ടാ? പട്ടി നിന്റെ വീട്ടിൽ പോയി പറയടാ പട്ടിന്ന്. അല്ല, നീ എന്ത് കാര്യാ പറയാൻ വന്ന അത് ആദ്യം പറ. എടാ മോൺസിന് 5 ഗേൾ ഫ്രണ്ട് സെറ്റായി. ഇതല്ലേടാ നീ കഴിഞ്ഞ 5 മാസമായിട്ട് പറയുന്നേ. എടാ വല്ല വെറൈറ്റിയും ട്രൈ ചെയ്തടാ. അങ്ങനെയാണെങ്കിൽ ആർക്കും ഏതൊരുത്തനും ഗേൾ ഫ്രണ്ട് സെറ്റായി. ഈ ചെറിയ അടിക്കാനാണാടാ നീ ഇത്രയും ദൂരം വന്നു. അതൊക്കെ വിട്, ഇതെന്തോടെ ഇവിടുത്തെ സെറ്റപ്പ്? നീ മന്ത്രവാദിയായ? ഇതാണ് എന്റെ പുതിയ പരീക്ഷണം. ആലോചിക്കുക. സംഭവം എങ്ങനെയാടാ വർക്കാവുന്നേ? ഈ കാണുന്ന ബട്ടൺ കണ്ട, ഈ ബട്ടണിൽ നീക്കിക്കൊണ്ട് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നേ. എങ്ങനെയുണ്ടാ MC പരീക്ഷണം? സീനല്ലേ? എടാ ബട്ടൺ ലോ ക്വാളിറ്റിയാ, അതായാലും വർക്ക് ചെയ്യും കേട്ടാ. ഇന്നാ പിടിച്ചോ, എനിക്ക് സ്വർഗത്തിൽ പോണം. MC സ്വർഗത്തിൽ പോയതിന് ശേഷം എടാ പൊട്ടൻ, ഇത് റെഡി ആയിട്ടില്ല. അവരപ്പത്തന്നെ ചാടി ഇനി എവിടെ എത്തുവോ എന്തോ. സ്വർഗത്തിൽ പോടാന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുക, ഇനി നഗരകത്തിലോട്ടായിരിക്കും. ചെക്കൻ ചത്ത് ഞാൻ സ്വർഗത്തിൽ എത്തിയെന്ന് തോന്നുന്നു. അല്ല, ഈ സ്വർഗം എനിക്ക് പരിചയമുള്ള പോലെ. എടാ ഇത് നോർമൽ വേൾഡ്. കോൺസെപ്റ്റ് പറ്റിച്ചാ ആടാത് ആരാടാ? ഈ സാരൊക്കെയോ എന്തൊക്കെയോ കുന്നു ഇവിടെ പറയുന്നു. മണ്ടക്കാരാടാ? ആരില്ലല്ലോ. സൂര്യനാണോ സംസാരിക്കുന്നേ? സൂര്യൻ സംസാരിക്കുന്നു. ദൈവത്തിന്റെ അസിസ്റ്റന്റ് അപ്പക്കുട്ടനാണ് കേസ്. നമുക്ക് റെസ്പെക്ട് കൊടുക്കാം. ദൈവത്തിന്റെ അസിസ്റ്റന്റ് ആയി അപ്പക്കുട്ട. കാര്യം എന്താ ഇവിടെ വന്നത്? കോഴ്സ് നിന്നെ പറ്റിച്ചതാണോ മണ്ട? അവൻ നിന്റെ സ്വർഗത്തിലെന്നും പറഞ്ഞ് നിന്നെ നരകത്തിലോട്ടായി ഇട്ടിരിക്കുന്നേ. നരകോ? എനിക്ക് നരകമായിട്ട് തോന്നില്ലായിരുന്നു. എനിക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡ്. ഇവിടെ എവിടെയാണോ നരകം? മണ്ട, ഈ വേൾഡിൽ പ്രേതമുണ്ട്. എപ്പോഴാണ് എന്നെ പ്രേതം പിടിക്കുന്നേ? നിങ്ങൾ കണ്ടുവിടെ കറുപ്പ് കളറുള്ള സാധനം? അതിന്റെ കണ്ണെന്തെങ്കിലും പറ്റിയതായിരിക്കും. അപ്പക്കുട്ടൻ വന്ന കാര്യം പറ. ഞാൻ വരാനുള്ള കാര്യം വേറൊന്നുമല്ല. ലാവാപ്പൂളിന്റെ ശബ്ദം പറഞ്ഞു. ഞാൻ വരാനുള്ള കാരണം വേറൊന്നുമല്ല. പറ. ഞാൻ വന്നത് നിന്നെ രക്ഷിക്കാനാണ്. ഓ, എനിക്ക് തിരിച്ചാൻ പറ്റുമോ ഇവിടുന്ന്? പോവാൻ പറ്റും. ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ പറ. നീ ഇവിടെ 10 ദിവസം സർവൈവ് ചെയ്താലേ നിനക്ക് തിരിക്കാൻ പറ്റും. അതാ 10 ദിവസം എനിക്ക് സർവൈവ് ചെയ്യണമെന്ന്? കാരണം ഈ വേൾഡിൽ 10 ദിവസം സർവൈവ് ചെയ്താലേ നിനക്ക് തിരിച്ചാൻ പറ്റൂ. അങ്ങനത്തെ സിസ്റ്റമാണ് അവൻ അവന്റെ മെഷീനൊക്കെ കുത്തിക്കേറ്റിട്ടിരിക്കുന്നത്. അടിപൊളി, 10 ദിവസം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി 5 ദിവസം കഴിഞ്ഞ് വരാം. 5 ദിവസം കഴിഞ്ഞാ നീ എവിടെ പോകുന്നത്? ഞാൻ ദൈവത്തിന്റെ അസിസ്റ്റന്റ് ആണ്. എനിക്ക് കുറെ ജോലി അത് ചെയ്യാൻ പോണം. ബൈ. ദൈവത്തിന്റെ അസിസ്റ്റന്റ് അപ്പക്കുട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ ഇവിടെ പ്രേതം ഉണ്ടെന്നാണ് ഗൈസ്. ആ പ്രേതത്തിനെ കുറിച്ച് ചോദിക്കാൻ മറന്നുപോയി. അപ്പക്കുട്ടന് 5 ദിവസം കഴിഞ്ഞാൽ വരൂ. 5 ദിവസം വരെ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം ഈ വേൾഡി. ഫസ്റ്റ് തന്നെ മരം വെട്ടി നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. ഓ, ഒരു വെട്ടിന് മരമെല്ലാം വന്ന്. കൊള്ളാം. ഈ ഷീപ്പിനൊക്കെ ഒന്ന് ബെഡ് സെറ്റാക്കി വെക്കാം ഗൈസ്. രാത്രി സ്ലീപ്പ് ആവണ്ടേ. ഇവിടെ ഇഷ്ടംപോലെ ഷീപ്പുണ്ട് ഗൈസ്. ആഹാ, ആക്സ് പൊട്ടി. നോ പ്രോബ്ലം മാൻ. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോൺ ഇരിപ്പില്ലേ? അപ്പൊ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം കൂടെ ഓണാക്കി വെച്ച് ഹൈപ്പ് ബട്ടൺ നിൽക്കുക ഗൈസ്. നമുക്ക് അങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടും. എന്നാലും ഇവനെ കാണാൻ എങ്ങനെ ആയിരിക്കും? ഇവന്റെ പേരും പറഞ്ഞതില്ല. പക്ഷേ ഇനി അടുത്ത 5 ദിവസം കഴിഞ്ഞ് അപ്പൂക്കുട്ടൻ വരുമ്പോ ചോദിക്കും ഇതിന്റെ പേരെന്തുവാന്ന്. അല്ല, ഈ അപ്പൂക്കുട്ടൻ എന്തിനാണ് എന്നെ തേടി വന്നേ? അല്ല, ഇനി അപ്പൂക്കുട്ടനാണ് അതിനകത്ത് പ്രേതം? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടറാ. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൂക്കുട്ടൻ തന്നെയാ പ്രേതം. ലെറ്റ്സ് ഗോ. എല്ലാരും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയ. ഓ, ഞാൻ പ്രോയായി ഗൈസ്. PP കണ്ട, PP കോടി സിയർ ഗൈസ്. ഇവിടെ ഇങ്ങനെ മരം വെച്ച് നമുക്ക് കാടുണ്ടാകാം ഗൈസ്. ഇവിടെ ഒരു കാടിനുണ്ടാകാം. ആ വില്ലേജ് ആണോ? ലെറ്റ്സ് ഗോ ഗൈസ്. വില്ലേജും കിട്ടി ഗൈസ്. ഇത്രയ്ക്ക് ലക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടാടാ? MC ക്കല്ല ഈ ലക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടാ? കമന്റിൽ പറ.
നമുക്ക് ഡേ 5 ദിവസമാണ് ഗൈസ് സർവൈവ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത്. ഓ ബ്രെഡ് ഇരിപ്പുണ്ട് ഗൈസ്, കുതിരയുടെ ഹോസ്. അപ്പോൾ നമുക്കൊരു കുതിരനെ ടൈം ചെയ്യാൻ പറ്റും. അപ്പം ടെസ്റ്റ് ചെയ്താണ് ഗൈസ് കുതിര ടൈം ചെയ്യാൻ നമുക്ക് കൊണ്ട് സാഡല്ല, ഇനി അവിടെ പോയി തപ്പാവും. ഇനി നമുക്ക് ഫർണീസ് ഉണ്ടാക്കണം, രണ്ടും ഓട്ടിച്ചേക്കാം. അല്ലെങ്കിൽ ഇത് പോയെന്നും പറയും വില്ലേജൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ അയങ്കോലം കാണണമല്ലോ, അയങ്കോലത്തിന് തട്ടിയെല്ലാം ചെയ്യും. ഓ ഫുഡ് ഇരിപ്പുണ്ട്, അതും എടുക്കാം. അണ്ട ഇത് വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡാണ് ഗൈസ്, സ്പീഡ്. നമ്മൾ ഹോ വെച്ച് ഇത് പൊട്ടിക്കണ സ്പീഡാണ്. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോഴത് മനസ്സിലായി അങ്ങനെയൊക്കെ പറ്റുമോ. ഇത്ര നാളെ എനിക്കിത് അറിയത്തില്ലായിരുന്നു. അല്ല ഇപ്പം തന്നെ വന്നേക്കാം. നമ്മൾ ഒന്നും എപ്പം മാറ്റി വെക്കാൻ പാടില്ല ഗൈസ്. അച്ഛനെ ഞാനല്ല നിന്നെ അടിച്ചത്, ഞാനല്ല. അച്ഛനെ എൻ്റെ പടക്കം അടിച്ചു. അയ്യോ അടിക്കോടാ 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 അടിക്കോ 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 മച്ചാനെ മച്ചാനെ ഗൈസ് പണി പാളി ഗൈസ്. അതേപോലെ തന്നെ കൊല്ലാൻ നിൽക്കോ പുറത്ത്. പേടിപ്പിക്കുന്ന നടത്തേണ്ടി പെടുന്ന ഡോർ തുറന്നപ്പോൾ യാവി അയച്ച് നീ അയങ്കോലെ കയറി വന്ന് എന്നെ കൊല്ലാൻ വന്നതായിരിക്കുമോ. അത് കാര്യം ചെയ്തിരിക്കുന്ന ഐസായിട്ടിനകത്തുള്ള സാധനത്തിലൂട്ടിയൊക്കെ ഏതൊരുത്തൻ്റെ വീടാണ് ഗൈസ്. ഗൈസ് പൂ ഇരിക്കുന്ന റോസാ പൂ അയങ്കോലത്തിന് കൊടുത്താലോ, എന്നിട്ട് ക്ഷമിക്കാൻ പറയാം. ആറാ അയങ്കോലണ്ണ എന്നോട് ക്ഷമിക്ക്. പൂ പൂ അണ്ണാ പൂ. അണ്ണ ക്ഷമിച്ചെന്ന് തോന്നുന്നു. അണ്ണാ പൂ ക്ഷമിക്ക്. ക്ഷമിച്ച അണ്ണായി ഗൈസ് അയങ്കോല ക്ഷമിച്ച ഗൈസ്. നന്മയുള്ള ലോകമേ നീ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കൂലോടാ തേണ്ടി. രാത്രി നമുക്ക് സ്കിപ്പ് നിന്നെ നീ എന്നത് കൊല്ലാനും മാത്രമല്ലടാ കള്ളപ്പാട്ടി. വാടാ. അയ്യോ എടാ ബെഡ്റോക്കില് എന്താ പറയുക ബെഡ്റോക്കിലെ അയങ്കോലം വെള്ളത്തിൽ നിന്ന് വരൂല, ഇത് വെള്ളത്തിൽ വരും. അയങ്കോല സീന കേട്ടാ. വാടാ ഇങ്ങോട്ട്. ചെക്ക് ചെക്ക്. ആ ഇനി വേടാ, ഇനി നീ ഇനി എങ്ങനെ അടിക്കുന്നതാണോടാ. കുറെ അടിക്കേണ്ടി വന്നു ഗൈസ്. അപ്പം അയം കിട്ടി. നമുക്കിനി വീട്ടിൽ പോകാം ഗൈസ്, നമ്മുടെ പരിപാടിയായിരുന്നു. നമുക്കിനി വീടുണ്ടാക്കണം. ഇന്നത്തെ ഗോളാണ് നമുക്ക് വീടുണ്ടാക്കണം. ലെറ്റ്സ് ഗോ. അവിടെ ഇരിക്കുന്ന സാൻഡ് ഉണ്ടോ ഗൈസ്? സാൻഡ് വിലക്ക് എന്തായാലും നമുക്ക് സാൻഡ് ആവശ്യം വരും. അപ്പോൾ സാൻഡും എടുത്തോണ്ടോ. ഓ അവിടെയും ഇരിപ്പുണ്ട് വീട്ടിൽ, അതും എടുക്കാം. നമ്മളിപ്പോൾ റിച്ചാണ് ഗൈസ്, റിച്ച്. ഉള്ള സാൻഡ് എല്ലാം എടുത്തോ. പോകുന്നേക്ക് കുറച്ച് മരം അങ്ങോട്ട് വെട്ടിയേക്കാം. അതായത് മരം വെട്ടാൻ നമുക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട ഗൈസ്. ഇത് ഞാൻ കഴിപ്പിച്ച മരമാണ്, സോ എനിക്ക് വെട്ടാം. ഓ മൈ ഗോഡ്. ആരാ ഇതാരാ? ഇവനാണ് ആ പ്രേതം. അച്ഛനെ അസ്സലാമു അലൈക്കും. നമ്മളാണ് യൂട്യൂബർ MC. നമ്മളറിയാവോ? ഇത് ഞാൻ വലിയൊരു യൂട്യൂബറാണ്. ഓ വന്ന വട പോയി ഗൈസ്. ഞാൻ വിചാരിച്ചു പിടിക്കാൻ ചോദിക്കുന്നില്ല. പാപ്പടെ തങ്കമായ മനസ്സാണ് ഗൈസ് അവന്. അല്ല ഈ കാടിനടുത്ത് പണി വേണം നോക്കാം. മരത്തിന് കുറേ മരം എടുക്കണം അല്ലേ. ഇവിടെ പണിയാം ഗൈസ്. കാടിനും വില്ലേജിനും കുറച്ച് ദൂരെയായിട്ട്. ഓക്കെ ഞാൻ ഭയങ്കര ബിൽഡറാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എൻ്റെ ബിൽഡിങ് ഓക്കെ നമുക്ക് ബിൽഡ് പണി തുടങ്ങാം. അപ്പം ചേട്ടാ ഇവിടുന്ന് നല്ല ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുക, എല്ലാം കൂടെ ഒന്ന് സഹായിക്കട്ടാ. എന്തായാലും ഒളിഞ്ഞു നോക്കുമല്ലേ, വീടുണ്ടാക്കാൻ സഹായിച്ചു. ഗൈസ് ആരും പറയില്ല എനിക്ക് വീടുണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. എനിക്ക് നന്നായിട്ട് വീടുണ്ടാക്കാൻ അറിയാം. ഞാനാണ് മൂച്ചിക്ക് വീടുണ്ടാക്കി കൊടുത്തത്. മച്ചാനെ വീടുണ്ടാക്കുമോ? കണ്ടുകൂടെ മച്ചാൻ്റെ മോന്ത. നമുക്ക് അങ്ങോട്ടൊന്ന് ചോദിക്കാം. മച്ചാൻ എന്നെ തന്നെയാണ് ഗൈസ് നോട്ടം. ഞാൻ മച്ചാനെ നോക്കുന്നില്ല, ഞാൻ പണി ചെയ്യുക. ഒരു സംഭവം ഉണ്ടാക്കാനുണ്ട് ഗൈസ്. കട്ടിലുണ്ടാവണ തേണ്ടി, കട്ടില് വേടാ. ആ റീസ്മോ സെറ്റ് മച്ചാണ്ടി പുല്ലോട് വരാൻ പോയപ്പോ നീ ഇതിനാണ് ഓടി പോയേ. മച്ചാനെ ആ തോന്നി. മച്ചാനെ നേരത്തോളം ഡ്രോപ്പ് സ്ട്രീനെ പോലെ കാണാതെ പോലും കേട്ടല്ലോ. ഞാൻ ബെഡ് റീസ്പോ സെറ്റ് ചെയ്തു. ഞാൻ ഡോക്ടർ റേഞ്ച് എടുത്ത് പഠിക്കാൻ പോവും എങ്ങനെ ഇതേപോലെ കാണാതെ പോകുന്നതെന്ന്.
ആക്സ് അല്ല ആക്സ്. ഞാൻ ഈ സംഭവം ഒന്നും പറഞ്ഞ നിൽക്കി നോക്കുമ്പോ ആക്സ് ആയിരുന്നു ഗൈസ്. അയ്യോ എടാ പേടിപ്പിക്കുന്ന ആരാടാ? എന്തോ ഗൈസ് അത്? മൾട്ടി എന്തോന്ന് സ്ലൈം ബൈ മ്യൂട്ടേറ്റഡ്. ഞാൻ ജീവിയായോ? കൈസ് രക്തം കൈസ്. ഞാൻ വീണ്ടും പറയാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി. കൈസ് സ്പെഷ്യൽ രക്തമാണ്, ഡീമൻ രക്തം. ഫയറിന്റെ ശബ്ദം കണ്ട് കേട്ടോ കൈസ്. ആഹാ അച്ഛനെ പേരിന്റെ മരത്തുനിന്ന് ഒളിഞ്ഞു നോക്ക് നടത്തേണ്ടി. കാണാതെ പോയി. എടാ അവൻ എവിടുന്ന് ഇങ്ങനെ ഹായ് ഞാനേ ഹായ് MC. ആ ബൈ. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ പവറും കൊണ്ട് വന്നിരിക്കോ കൊച്ചു പയ്യെ. അച്ഛന്റെ വാപ്പിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാപ്പൂപ്പൻ ഗൈസ്. ആ കയ്യൊക്കെ മച്ചന്റെ കയ്യൊക്കെ കണ്ട കൈസ്, ക്രൂരമായ കൈ. പക്ഷെ എന്നെയാവും നോക്കുന്നേ. അനങ്ങിയായിരുന്ന അനങ്ങിയോടാ അനങ്ങോടാ. ധൈര്യം കാണിച്ചടിച്ചാലോ കൈസ്. ഇങ്ങാ ഓടാ ദൂര. കൈസ് അവരടിക്കുന്ന അത് കഴിഞ്ഞാ ഈ വീടും കഴിഞ്ഞു. ഓ ലെറ്റ്സ് ഗോ. ഈ ഡോറ് വെക്കണം കൈസ്. ഡോറിന് മുമ്പ് നമുക്ക് മച്ചാനെ കൈസ്. ആ മച്ചാൻ എപ്പോഴും അപ്പുറത്ത് ആ ജനലിൽ മാത്രം നോട്ടപ്പുള്ളി. ഈ ജനലിൽ എന്ത് പ്രത്യേകത ഉള്ളത് എൻ്റെ അടുത്ത് ചോദിക്കില്ല കേട്ടോ, എനിക്കറിയില്ല. അടുത്ത ദിവസം നമ്മൾ കുറെ മരം വെട്ടി കോൾ ഉണ്ടാക്കിയിടുമ്പോൾ പ്രകാശം ഉണ്ടാക്കാൻ പോവാണ്. പ്രകാശം ആ കൈസ് അണ്ണാച്ചി മോൻ തന്നെ, അയാളുടെ മോൻ തന്നെ. എല്ലാവരും ഉണ്ട്. ഞാൻ അത് പിന്നെ ശരിയായിക്കോളാം. ഇത് കാരിച്ച് ഡിസൈൻ ആക്കിയാലോ ഗൈസ്. അല്ല വീഡിയോ കുളത്തില്ല. ആ കുഴപ്പമില്ല പോവില്ല. ഇതെവിടുന്ന് എടാ അവൻ എവിടുന്നാടാ ഈ വരുന്നേ? നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യും. ആരെല്ലാം ഉണ്ടാകുന്നേ. ഇഷ്ടംപോലെ ചാർക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, മനസ്സിലായല്ലോ. ഇന്നിവിടെ ഫുള്ള് പ്രകാശം വെക്കൂന്ന് വെക്കൂ. ഇനി സൂര്യന്റെ ആവശ്യം വരൂല ഇവിടെ. ഓക്കെ വീടെത്തി. ചാടിക്കയറിക്കോ. ഓക്കെ മുഴുവൻ അങ്ങനെ നമ്മൾ ടോർച്ച് ഉണ്ടാക്കി ഗൈസ്. പോവാ. ആരാ ഡോറി കളിക്കുന്നേ? വാ ഗൈസ് നമുക്ക് പോവാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമ്മൾ പോകുക, ഒന്നിച്ച് നമ്മൾ മൈനിങ് പോവുക. ഈ കണ്ടായിരുന്നു ഗൈസ്. യാ നീ പറ ഇത് അവരുടെ കുഴിയാന്ന്. അവരുടെ കുഴിയാന്ന് ആരെങ്കിലും പറഞ്ഞാലേ ഞാൻ തല്ലി കൊല്ലും. ഞാൻ മച്ചാനെ പിക്കാസ് കൂട്ടിയതാട്ടാ. എനിക്കറിയാം ഇഷ്ടംപോലെ വീട്ടിൽ കോൾ ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാ ഇത് വൈൻ ചെയ്യുന്നതെന്ന് മനസ്സുഖത്തിന് കൈസ്. അയാളൊന്നും ഇല്ലേ? ഈ വഴി തെറ്റാ. അപ്പൊ മറ്റേ വഴി ഏത് കൈസ് കറക്റ്റ്? പോകുന്നതിന് പോലെ കഴിച്ചിട്ടാണ് കൈസ്. ചത്തു പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? കേവിന്റെ അടിയിൽ എത്തിയില്ല, അതിന് പോലെ തട്ടിപ്പോയെന്ന് പറഞ്ഞ കാട്ടുപോട്ട്. ഓക്കെ ഗൈസ്, 5ാമത്തെ ദിവസവും ആയിരിക്കുന്നു. അപ്പുക്കുട്ട എന്ത് വരാനായിക്കോ അവ വരുന്നത്.